വീണ്ടും മന്ത്രി ശിവൻകുട്ടി നിലപാട് മാറ്റിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാൻ തീരുമാനിച്ചത് സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ട ഫണ്ടാണ് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുമ്പ് ഇങ്ങനെയായിരുന്നില്ല മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റിൽ മന്ത്രി പറഞ്ഞത് PM ശ്രീ പദ്ധതി കേരളത്തിൽ വേണ്ട എന്നായിരുന്നു. അതിൽ പറയുന്ന എല്ലാ പദ്ധതികളും നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും കേന്ദ്രം അനുവദിക്കാനുള്ള ഫണ്ട് മാത്രം കേരളത്തിന് അനുവദിച്ചു തന്നാൽ മതി എന്നുമാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ വർഷം ₹1 പോലും നൽകിയിട്ടില്ല. ഇത് കടുത്ത അനീതിയാണ് എന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും നിലപാട് മാറുകയാണ്. PM ശ്രീ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ടാണ് എന്നും കേന്ദ്ര സഹായം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നും മന്ത്രി ഇപ്പോൾ പറയുകയാണ്. PM ശ്രീ ഫണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും വിനിയോഗിക്കുക. കുടിശ്ശിക അടക്കം ₹1466 കോടി കിട്ടാനുണ്ട്. എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല എന്നും മന്ത്രി ഇപ്പോൾ നിലപാട് എടുത്തിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് പല വിഷയത്തിലും മന്ത്രി സമാനമായ രീതിയിൽ നിലപാട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ PM ശ്രീയിൽ CPI ഇനിയും കടുത്ത നിലപാട് തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നിലപാട് നിർണായകം തന്നെയായിരിക്കും. അടുത്ത ഇടതു മുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടാകും. ഈ സമയം മുഖ്യമന്ത്രി പറയുന്ന നിലപാട് CPIയും അംഗീകരിക്കും. മന്ത്രിസഭയും LDFനെ മറികടന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള PM ശ്രീ സ്കൂൾ നടപ്പാക്കാനുള്ള നീക്കം ഇടതിലും വിവാദം തന്നെയാകും. PM ശ്രീയിൽ CPIയുടെ എതിർപ്പിൽ മാറ്റമില്ല എന്നുള്ള നിലപാടിലാണ് മന്ത്രി K രാജൻ ഉള്ളത്. വിഷയത്തിൽ CPIയുടെ സമ്മതമില്ലാതെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലുമാണ്. അതിനിടെ CPI സംഘടനയായ AKCTU വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രതിഷേധ കത്തയച്ചതിനു പുറമെ കൂടുതൽ സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തി. കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാട്. ₹1466 കോടി എന്തിന് വെറുതെ കളയണം? അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് എതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. CPIക്ക് എതിർപ്പുണ്ട് എന്ന് തോന്നുന്നില്ല. കൃഷി, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്നും മന്ത്രി വാദിച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് എതിർപ്പുമായി മന്ത്രി രാജൻ രംഗത്ത് വന്നത്. PM ശ്രീയിൽ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. കേന്ദ്രം പൊതുവിൽ കേരളത്തോട് അനീതി കാണിക്കുന്നു. അതിനെതിരെ പൊതുസമരമുഖം തീർക്കണമെന്നാണ് മന്ത്രി രാജൻ പറയുന്നത്. പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം വൈകി വന്ന വിവേകമാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനാവശ്യമായ എതിർപ്പിനും പിടിവാശിക്കും ശേഷം ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഒപ്പുവെക്കാൻ സർക്കാർ തീരുമാനിച്ചു. വൈകിയെങ്കിലും ഈ നിലപാട് സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. PM ശ്രീയിൽ മാസങ്ങൾക്ക് മുൻപ് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് PM ശ്രീ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാറ് വെക്കണമെന്ന് പറയുന്നതിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ₹1377 കോടി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. PM ശ്രീ കരാർ ഒപ്പിട്ടാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. കേന്ദ്ര വിദ്യാഭ്യാസ നയം അടക്കം നടപ്പിലാക്കേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട്. ഇതിനെതിരെ നിയമ പോരാട്ടം അടക്കം ആലോചിക്കുന്നുണ്ട് എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2020 രാജ്യത്തെ 14,500 സ്കൂളുകൾ നവീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM ശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, ലാബ്, ലൈബ്രറി എന്നിവയാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ തുടക്കം മുതൽക്കേ കേരളമടക്കം BJP ഇതര സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. പദ്ധതിയിൽ ഒപ്പിട്ടാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിന് കാരണം. പദ്ധതിയിൽ ചേരാതിരുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള സമഗ്ര ശിക്ഷാ പദ്ധതി ഫണ്ട് തരില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി നൽകിയത്. പദ്ധതിയിൽ ചേർന്നില്ല എങ്കിൽ ഒരു ഫണ്ടും തരില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര നയം. മറ്റ് സംസ്ഥാനങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള നിയമ പോരാട്ടം ആലോചിക്കുന്നതായും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു.